AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അൺബ്രാൻഡഡ് അദസീവും ബ്രാൻഡഡ് അദസീവും ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം, ഈ കൺഫ്യൂഷൻ പല കസ്റ്റമേഴ്സിനും ഉണ്ടാവും. എസ്പെഷ്യലി അവർ റേറ്റ് തിരക്കി ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരേ സാധനം ബ്രാൻഡഡും അൺബ്രാൻഡഡിലും ഒരേ ബാഗിന്റെ പുറത്ത് ഒരു 120 മുതൽ 170 180 രൂപ വരെ വ്യത്യാസമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വ്യത്യാസം? അൺബ്രാൻഡഡ് കുറഞ്ഞതാണ്, അത് ഉപയോഗിച്ചാൽ ശരിയാവത്തില്ല, അത് റേറ്റ് കൂടിയ ബ്രാൻഡഡ് തന്നെ എടുക്കണോ? എന്നാൽ ബ്രാൻഡിന്റെയും അൺബ്രാൻഡിന്റെ റേറ്റ് ചില്ലറ വ്യത്യാസമല്ല, ഓൾമോസ്റ്റ് 10 രൂപ സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ചില സമയത്ത് വ്യത്യാസം പോകും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ, ചില ഗൈഡിങ് ഇൻഫർമേഷൻ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ തരാൻ പോകുന്നത്. വിത്ത് എക്സാമ്പിൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്രാൻഡഡ് ടൈൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നത് വർക്കേഴ്സാണ്. അപ്പം അതിൻ്റെ പുറകിലുള്ള റീസൺ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, അവരവരുടെ വർക്ക് കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ലൈക്ക് അവർ ഏറ്റവും കൂടിയ പശ അങ്ങ് കസ്റ്റമർ അങ്ങ് എടുത്തു കൊടുത്താൽ അതിൻ്റെ ചിലവ് മൊത്തം കസ്റ്റമറിനാണ്. പക്ഷേ ആ ടൈൽ ഇളകി വീഴത്തില്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം വർക്കേഴ്സിനുമാണ്. പക്ഷേ അത് കൂടാതെ തന്നെ ഇതിന് വേറൊരു റീസൺ കൂടെ ഉണ്ടാവാം. ഇപ്പം അദസീവ്സ് എല്ലാം നേരിട്ട് വർക്കേഴ്സുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ കൂപ്പൺ അല്ലെങ്കിൽ ബാർകോഡ് അല്ലെ QR കോഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നേരിട്ട് ഇതിന്റെ റിമ്യൂണറേഷൻ അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് ചെല്ലും. എന്നിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവർക്ക് ഗിഫ്റ്റോ പണമോ ഒക്കെ ആയിട്ട് ഇത് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്കീംസ് പണ്ട് റാൻഡം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ടൈം ബേസ്ഡ് ആക്കിയിട്ടുണ്ട് കമ്പനീസ്. അതായത് ഒരു 3 മാസത്തിനകം സർട്ടൻ ഒരു സ്ലോട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ആ അച്ചീവ് ചെയ്ത പോയിന്റ്സ് എല്ലാം വേസ്റ്റ് ആയി പോകും. അങ്ങനെയുള്ള സ്കീം ഇരിക്കുമ്പം ചിലപ്പം കുറച്ച് പോയിന്റ്സിന്റെ കൂടെ ആവശ്യം കാണും, സമയം കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് കള്ളം പറഞ്ഞും കസ്റ്റമറിനെ കൊണ്ട് അൺബ്രാൻഡഡ് മാറ്റിയിട്ട് ബ്രാൻഡഡ് എടുപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് ഇപ്പം നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ബേസിക് 2 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ ടെക്നീഷ്യൻസ് അൺബ്രാൻഡഡ് അല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ബ്രാൻഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ കസ്റ്റമേഴ്സ് ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോകും. അതായത് ഇതിനകത്ത് സത്യം എന്തുവാ തെറ്റെന്തുവാ? കുറഞ്ഞ വിലയ്ക്കുള്ള പശ ഒരു കമ്പനിക്ക് ഇവിടെ ഷെൽഫിൽ കൊണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് ബ്രാൻഡഡിനെക്കാട്ടിലും അത്രയും മോശമാവുന്നത്? വളരെ കറക്റ്റ് ആണ്. ഈ ഒരു പോയിന്റ്, അതായത് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഉദിക്കുന്ന ഈ ഒരു പോയിന്റിനെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. അതായത് ബ്രാൻഡഡ് അദസീവും അൺബ്രാൻഡഡ് അദസീവും തമ്മിൽ ആക്ച്വലി വലിയ വ്യത്യാസം ഇല്ല. കൂടുതലും മാർക്കറ്റിംഗിന്റെ കോസ്റ്റ് ആണ് ബ്രാൻഡഡ് അദസീവ്സിനകത്ത് ചേർക്കപ്പെടുന്നത്. അതായത് ടൈൽസ് പോലെ ഒരു വലിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി അല്ല ടൈൽ അദസീവ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ടൈൽ അദസീവിനകത്തും സിമെന്റ് ഒരു പാർട്ടാണ്, പോളിമർ കുറച്ച് പാർട്ടാണ്, പിന്നെ കുറച്ച് മിക്സസും കൂടെ ഉണ്ട്. ഇത് ശരിക്കും കുടിൽ വ്യവസായം പോലെ ഏതൊരു ചെറുകിട വ്യവസായം പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ബേസിക്കലി അത് മോഡിഫൈഡ് സിമെന്റ് പ്രൊഡക്റ്റ് ആണ് ഈ അദസീവ് എന്ന് പറയുന്നത്. അതായത് ഇൻ ഇറ്റ് സെൽഫ് അതൊരു പുതിയ പ്രൊഡക്റ്റ് അല്ല. സോ വിച്ച് മീൻസ് നമുക്ക് അദസീവ്സിന്റെ കേസ് വരുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് വിട്ട് അൺബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പണം അതിനകത്ത് നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ സേവ് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം ഇനി വിത്ത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുമ്പിൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇവിടെ ഇരിക്കുന്ന MYK Laticrete. വൈറ്റ് ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വരുന്നത്. അത് കൂടാതെ തന്നെ നോട്ട് സോ വെൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ അത്രയും കൂടുതൽ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യാത്ത ലോക്കലി നോൺ വളരെ നല്ല കമ്പനിയായ സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു പ്രൊഡക്റ്റുമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2. സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡിന് ഓരോ ടൈപ്പ് ഓഫ് അദസീവിന് ഓരോ കളർ സ്കീമാണ്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഗ്രേ ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ കാണുന്നത് ഗ്രേ ബ്ലൂ ആണ്. അങ്ങനെ ഇതേപോലെ അടുത്ത സെഗ്മെന്റിന് വേറൊരു കളർ സ്കീം ആയിരിക്കും. ഈ ഇവിടെ കാണുന്ന ഈ ലാറ്റിക്രേറ്റിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അദസീവാണ് 315 ഗ്രേ. അതിന്റെ തന്നെ കറസ്പോണ്ടിങ് മെറ്റീരിയൽ സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡിലുള്ളതാണ് സെറാബോൺ 28. ഈ 2 അദസീവും അദസീവ് വിത്ത് ഹൈ പോർട്ടബിലിറ്റി ആണ്. അദസീവ് വിത്ത് ഹൈ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് അത് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് അത് ടൈലിൽ അപ്ലൈ ചെയ്ത് അത് ഉണങ്ങി അത് സെറ്റായി തുടങ്ങുന്ന ഡ്യൂറേഷൻ നീളും തോറുമാണ് അത് ഹൈ പോർട്ടബിലിറ്റി ആണോ ലോ പോർട്ടബിലിറ്റി ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഹൈ പോർട്ടബിലിറ്റി എവിടെ വേണ്ടതെന്ന് വെച്ചാൽ ടൈലിന്റെ സൈസ് വലുതാവുമ്പം നമുക്ക് ഹൈലി പോർട്ടബിൾ അദസീവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് 160/80 ഒരു 4:2 മേളിലോട്ടുള്ള സൈസുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ടൈലിൽ അദസീവ് അപ്ലൈ ചെയ്യണം, പിന്നെ ഭിത്തിയിൽ അപ്ലൈ ചെയ്യണം. പക്ഷേ ടൈലിന്റെ സ്പാൻ വലുതായതുകൊണ്ട്
ഭിത്തിയിലും സ്പാൻ കൂടും, ടൈലിനകത്ത് അപ്ലൈ ചെയ്ത് ഭിത്തിയിലും അപ്ലൈ ചെയ്ത് രണ്ടും കൂടെ ചേർക്കുന്നതിന്റെ ഇടയിൽ വലിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഈ അദസീവ് സെറ്റായി പോകരുത്. അപ്പൊ ഇതിന്റെ അദസീവ്നെസ് അല്ലെങ്കിൽ അതേർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ ആ ഇത് അന്നേരവും അത് ലൈവായിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് വലിയ ടൈൽസിനകത്ത്, വിട്രിഫൈഡ് ടൈൽസിനകത്ത് എസ്പെഷ്യലി നമ്മൾ അദസീവ് വിത്ത് ഹൈ പോർട്ടബിലിറ്റി യൂസ് ചെയ്യുന്നത്. അങ്ങനെ 315 വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഹൈ പോർട്ടബിൾ അദസീവ് ആണ്. വളരെ വാല്യൂ ഫോർ മണിയാണ്. ശരാശരി 700 രൂപ ബാഗാണ് ഇതിന്റെ ഒരു സെല്ലിംഗ് പ്രൈസ് വരുന്നത്. പക്ഷേ നമുക്ക് ഇതിനെക്കാട്ടിലും ഒരു 150 മുതൽ 200 രൂപ കുറഞ്ഞ് സെറാബോൺ 28 കിട്ടും. ഇത് രണ്ടും ഒരേ കെമിക്കലാണ്, ഒരേ പ്രോപ്പർട്ടിയാണ്, ഒരേ ലാസ്റ്റിംഗ്നെസ് ആണ്, എല്ലാം ഒരേപോലാണ്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് ഈ പ്രൊഡക്റ്റ് ബ്രാൻഡഡ് ആണ്, ഇതിന് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ, സോ ഒരു 150 to 200 റുപ്പീസ് ഇവർക്ക് ബാഗിന് കൂടുതൽ ചാർജ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വർക്കർ ഇൻസിസ്റ്റ് ചെയ്യുമല്ല ഞങ്ങൾക്ക് ലാറ്റിഗ്രേറ്റ് തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെറാബോൺ 28 ഓപ്റ്റ് ചെയ്യാം ഇഫ് യു ആർ ഓൺ എ ബഡ്ജറ്റ്. അല്ല നമ്മുടെ ബഡ്ജറ്റ് വലുതാണ്, നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് 315 ഗ്രേ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദസീവ് മാത്രം നല്ലത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈലിംഗ് കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം റീസെന്റ് ഇതേപോലെ 315 ഉപയോഗിച്ച ഒരു സൈറ്റിൽ എലിവേഷൻ ടൈല് ഇളകി വന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അതിനകത്ത് പറ്റിയതെന്ന് വെച്ചാൽ ടൈലിന്റെ അല്ലെങ്കിൽ ടൈല് ഭിത്തിയിൽ ഒട്ടിയപ്പം 50% അദസീവ് ഉള്ളൂ, ബാക്കി 50% അദസീവിനകത്ത് അല്ലെങ്കിൽ അദസീവ് ടൈൽ ഭിത്തിയിൽ ഒട്ടിയിട്ടില്ല. അതിൽ ഉപയോഗിച്ചതിനകത്ത് ഉള്ള മേജർ പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ അവർ കറണ്ടി ഉപയോഗിച്ചു, അവരെ ട്രവൽ ഉപയോഗിച്ചില്ല. ട്രവൽ വെച്ച് എല്ലായിടത്തും ഇത് എത്തിച്ച് ട്രവൽ വെച്ച് തന്നെ ടൈലിന്റെ പുറയിലും പേസ്റ്റ് ചെയ്ത് അങ്ങനെ രണ്ട് സർഫേസ് ഒരുമിച്ച് ഒട്ടിക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അദസീവ് ഉപയോഗത്തിൽ വരുന്നത്. ഇത് കൂടാതെ അതിനു മുൻപ് നമ്മൾ ആ ടൈലിനെ ഇനി വിട്രിഫൈഡ് ആയാലും സിറാമിക് ആയാലും ഏത് ടൈലായാലും അദസീവ് ഒട്ടിക്കുന്ന പോയിന്റ് വെള്ളം ഒഴിച്ച് കഴുകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം വെച്ച് ടൈൽ വാഷ് ചെയ്ത് ട്രവൽ വെച്ച് എല്ലായിടത്തും ഒരേപോലെ എത്തിച്ചു അല്ലെങ്കിൽ അദസീവ് എത്തിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ഉപയോഗിക്കുന്ന ടൈൽ അദസീവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതിന്റെ പ്രാധാന്യം വരുന്നുള്ളൂ. ഈ ആദ്യത്തെ 2 സ്റ്റെപ്പ് ചെയ്യാതെ എത്ര കൂടിയതോ എത്ര കുറഞ്ഞതോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അദസീവ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈൽ അവിടെ ഒട്ടുമെന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി ഇതേപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ലാറ്റിഗ്രേറ്റിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള 307 ഗ്രേ. 307 ഗ്രേ നോർമൽ പോർട്ടബിൾ ടൈൽ ഓൺ ടൈൽ അദസീവ് ആണ് ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് ടൈൽസ്. 4x2, 2x2, 80x80, ഈവൻ 160/80. ആപ്ലിക്കേഷൻ ഈസിയാണ്, വർക്കേഴ്സിന് നല്ല സ്പീഡ് ഉണ്ട്, നല്ല തിട്ടം ഉണ്ടെങ്കിൽ 307 നല്ലൊരു ഇതാണ്. പക്ഷേ കമ്പയർ ടു 315 ലോ പോർട്ടബിലിറ്റി ആണ്. അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സെറ്റായി തുടങ്ങും. അതേപോലെ ഇരുന്ന് സെറ്റായി ചട്ടിക്കകത്തോ ബക്കറ്റിനകത്തോ സെറ്റായി ഇല്ലെങ്കിൽ ഇത് ടൈലിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഓപ്പൺ സർഫേസിൽ കൂടുതൽ എയർ എക്സ്പോഷർ വരുമ്പോൾ പെട്ടെന്ന് സെറ്റായി തുടങ്ങും. അതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ ഒരു ചെറിയ ടൈലേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. വലിയ ടൈൽ യൂസ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഹൈ പോർട്ടബിൾ അദസീവ് തന്നെ സെലക്ട് ചെയ്യണം. അതേപോലെ അതിന്റെ കറസ്പോണ്ടിങ് ഐറ്റമാണ് സെറാബോൺ 27 സെറാക്കം പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ സെറാക്കം 27 പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു 150 മുതൽ 200 രൂപ ബാഗിന്റെ ഡിഫറൻസ് ഇവിടെ വരും. പക്ഷേ മെറ്റീരിയൽ അകത്ത് സെയിം ആണ്. കാരണം ടൈൽ അദസീവ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒരു വലിയ ഡിഫിക്കൽട്ട് പ്രോസസ്സ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടിൽ വ്യവസായം പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ നമ്മൾ ബ്രാൻഡഡ് കമ്പനീസിലേക്ക് പോകുമ്പോൾ അതിന്റെ മിക്സിംഗ് പ്രൊപ്പോർഷൻസും അതെല്ലാം കമ്പ്യൂട്ടർ വൈസ് മോണിറ്റേർഡ് ആയിരിക്കും. അപ്പം ടൈം അഗെയിൻ അതിന്റെ കൺസിസ്റ്റൻസി സെയിം ആയിരിക്കും, അത്രേ ഉള്ളൂ. ബട്ട് അതർവൈസ് ടൈൽ അദസീവ് യൂസ് ചെയ്യുമ്പോൾ ടൈലിനെ വാഷ് ചെയ്യുക, ട്രവൽ യൂസ് ചെയ്യുക, എല്ലായിടത്തും ഇത് പെരണ്ടു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എക്സ്പെൻസ് നമ്മുടെ വീടിനകത്ത്, കാരണം ടൈലിംഗ് അദസീവിന്റെ യൂസ് എല്ലാം വീടിന്റെ അവസാന ഘട്ടത്തിൽ വരുന്ന എക്സ്പെൻസസ് ആണ്. അപ്പം ആ സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അൺബ്രാൻഡഡ് എടുക്കാൻ പേടിക്കരുത്. അതേപോലെ ബ്രാൻഡഡിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രാൻഡഡ് കിട്ടുന്നില്ല, ചിലപ്പം ബ്രാൻഡഡിന് വേണ്ടിയിട്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ വലിയ ടൈൽ, വലിയ അദസീവിന് വേണ്ടിയിട്ട് കസ്റ്റമർ കാത്തിരിക്കുന്നതും പണം ചെലവാക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വർക്കേഴ്സ് ടൈൽ അദസീവ് അല്ലെങ്കിൽ ടൈൽ അദസീവ് ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ടൈൽ ഒട്ടിക്കാൻ പോകുന്ന വർക്കേഴ്സ് പറഞ്ഞ് കസ്റ്റമേഴ്സിനെ പേടിപ്പിച്ച് ആവശ്യത്തിലും കൂടിയ മെറ്റീരിയൽ എടുക്കുന്ന ഒരു സിറ്റുവേഷനും കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മൾ നല്ലൊരു ഡീലറിനെ ചെന്ന് കാണുക, അവരുടെ ടൈലിന്റെ സൈസ് പറയുക, സർഫേസിന്റെ കണ്ടീഷൻ പറയുക. നല്ല ഡീലർ ഉറപ്പായിട്ടും കറക്റ്റ് അഡ്വൈസ് തരും ഏത് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും, ബ്രാൻഡഡ് സെഗ്മെന്റിലും അൺബ്രാൻഡഡ് സെഗ്മെന്റിലും. ഇപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രി, ടൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സാധനവും, ഈവൻ
പ്ലാസ്റ്റിക്കിന്റെ സ്പേസർ മുതൽ ഏറ്റവും വലിയ ടൈൽ 8x4 ടൈൽ വരെ, അതേപോലെ ചെറിയ ക്ലോസറ്റ് 2000 രൂപയ്ക്ക് തന്നെ ഫുൾ ക്ലോസറ്റ് മുതൽ നമുക്ക് 20,000 30,000 രൂപ വരെ ക്ലോസറ്റ് ഉണ്ട്. എല്ലാത്തിനകത്ത് നമുക്ക് ബ്രാൻഡഡ് ആൻഡ് അൺബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഓരോ സെഗ്മെന്റിലും ബ്രാൻഡഡും അൺബ്രാൻഡഡും ഏതുണ്ട്, അതിൽ ഓരോ സാഹചര്യത്തിൽ ഏത് ഉപയോഗിക്കാൻ പറ്റും, ഏറ്റവും ചിലവ് കുറച്ച് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി അടിസ്ഥാനത്തിൽ അത് നല്ല ഡീലറിനും നല്ല കമ്പനി എക്സിക്യൂട്ടീവ്സിനും പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും കമ്പനിയുടെ കസ്റ്റമർ കെയറിൽ വിളിക്കാൻ മടിക്കരുത്, നല്ലൊരു ഡീലറിനെ വന്ന് കാണാനും മടിക്കരുത്. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഇനി ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.